പ്രിഞ്ചു പറയേണ്ടത് ഇപ്പോൾ മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു എന്ന രൂപത്തിലൊരു വാചകം ആ ലേഖനത്തിലുണ്ട്. മോഹൻലാലിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാനാകുക? ഇപ്പോൾ ബി ജെ പിയോട് അനുഭാവമുള്ള ഒരു നടനാണ് മോഹൻലാൽ എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മേജർ പദവി നൽകിയത് എന്നുമാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണോ അതിൻ്റെ ഒരു വ്യാഖ്യാനം വരുന്നത്? ഇപ്പോൾ ഒരു വഞ്ചന നടത്തി എന്ന് പറയുമ്പോൾ മോഹൻലാൽ എന്ന നടനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൻ്റെ നടനായി, രാജ്യത്തിൻ്റെ നടനായിട്ടല്ല, ബി ജെ പിയുടെ നടനായിട്ടാണോ? അല്ല, അങ്ങനെ മോഹൻലാലിനെ ഞങ്ങളെങ്ങനെയാണ് ബി ജെ പിയുടെ നടനായിട്ട് കാണുക? അത് അദ്ദേഹം ഒരു മലയാളികളുടെ മൊത്തത്തിലുള്ള സ്വത്തായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനകത്ത് ചില സമയത്ത് മോഹൻലാൽ എങ്ങാനും ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവിടെ ഓർഗനൈസർ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം അവരുടെ ഒരു ആശങ്ക അതിനകത്ത് പ്രകടിപ്പിച്ചു. മോഹൻലാലിനെ പോലെ ടെറിട്ടോറിയൽ സിനിമയുടെ പ്രൊമോഷൻ അദ്ദേഹം ഇങ്ങനെ പോകുന്നല്ലേ? അപ്പോൾ അത് ഈ പ്രൊമോഷനൊക്കെ കടന്ന് അഭിനയിക്കുകയാണല്ലേ? ട്രാപ്പിലായ അദ്ദേഹം പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നാണല്ലോ സ്മൃതി പറയുന്നത്. പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന്, അദ്ദേഹം സിനിമയാണ് പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത് എനിക്കറിയില്ല. അതുകൊണ്ട് മോഹൻലാൽ എന്തായിരുന്നാലും മലയാളികൾ ഞങ്ങളാരും ബി ജെ പിക്കാരനായിട്ടോ അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. പിന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് നേരത്തെ ആർഷോ പറയുന്നത് കേട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ആർഷോൻ്റെ പാർട്ടിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് അധികാരം അവകാശമാണുള്ളത്? ഈ TP-51 വെട്ടു എന്ന് പറഞ്ഞ സിനിമ ഞാനോ സ്മൃതിയോ കണ്ടിട്ടുണ്ടോ? അറബിക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പേരിൽ ഈ കൊച്ചു ശ്രീനിയും വലിയ ലോകവും എന്ന് പറയുന്ന ഒരു പരിപാടി കൈരളി TV-യിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ശ്രീനിവാസനെ മാറ്റിക്കൊണ്ട് പിന്നീട് ഈ ശ്രീനിവാസന്റെ പിതാവിന്റെ അടുത്തേക്കാണ് പണ്ട് കളരി പഠിക്കാൻ അവരുടെ സമ്മേളനത്തിലൊക്കെ ആ സിനിമയിലെ പാട്ടല്ലേ പോകുന്നത്. അല്ല, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാണ്. ഇപ്പൊ കാശ്മീർ ഫയൽ വന്ന സമയത്തും കേരള സ്റ്റോറി വന്ന സമയത്തും ഒക്കെ എന്തായിരുന്നു ഇവിടുത്തെ ആളുകളുടെ നിലപാട്? ഇതിനെ ശക്തമായ പ്രതിഷേധവും തിയേറ്ററുകൾ പൂട്ടിക്കാൻ സ്മൃതി സ്മൃതി എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് കേരള ഫയലും കേരള സ്റ്റോറിയും ഇപ്പൊ ജാവ വന്ന സമയത്തും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇവിടുത്തെ ആളുകളുടെ നിലപാടെന്തായിരുന്നു? സിനിമ നടക്കുന്ന തിയേറ്ററിനകത്തേക്ക് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐക്കാർ ചെയ്തത്. കേരള സ്റ്റോറി നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടോ? ഏതൊരു വ്യക്തിക്കും സുഗമമായി പോയിക്കൊണ്ട് എമ്പുരാൻ കാണുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്? Debate with Smriti Parathikkad.